ആത്മീയതയുടെ നിറവിൽ അനുഗ്രഹദായക നിമിഷം. ആത്മീയ വസന്തം. ആത്മീയ വസന്തം. ആത്മീയ വസന്തത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിശ്വാസം നമ്മുടെ ആത്മാവിൻ്റെ ജീവനാണ്. ഈ ജീവൻ ഒരിക്കലും പൊലിയാതെ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ നമ്മുടെ ഈ ബോധ്യങ്ങൾ കൂടുതൽ ആഴപ്പെടാനായി നമ്മെ സഹായിക്കുന്ന ആത്മീയ വചനങ്ങൾ ഇതാ. ആത്മീയ വസന്തത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊച്ചിൻ ചാനലിലൂടെ ഈ പരിപാടിയിൽ പങ്കുകാരാകുന്ന നിങ്ങളേവരെയും സർവേശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശ്വാസം മനുഷ്യജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരാവശ്യമാണ്. വിശ്വാസമില്ലാതെ ഒരുവനും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ സാധ്യമല്ല. അതിന് പല തലങ്ങളുണ്ടാവാം. ദൈവികമായ മാനങ്ങളും മാനുഷികമായ മാനങ്ങളും വിശ്വാസത്തിനുണ്ട്. എന്തുതന്നെയാവട്ടെ, ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവന് ഒന്നെങ്കിൽ തന്നിൽ തന്നെ അല്ലെങ്കിൽ തനിക്കതീതമായ മറ്റൊന്നിൽ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരുവൻ തൻ്റെ ജീവിതത്തിൽ പുതിയതായി എന്തെങ്കിലും ഒന്ന് ചെയ്തു വയ്ക്കുന്നത്, പുതുമയുള്ള ഒന്നിലേക്ക് അവൻ്റെ ശ്രദ്ധയെ അവന് തിരിക്കാൻ കഴിയുന്നത്. ഞാനും നിങ്ങളും വിശ്വാസത്തിൻ്റെ തലത്തിലൂടെ തന്നെയാണ് ജീവിക്കുന്നത്. അത് കെട്ടിപ്പടുക്കുന്ന ഒന്നല്ല, അത് കാലക്രമേണ രൂപപ്പെടുത്തിയെടുക്കുന്നതുമല്ല, മറിച്ച് ജന്മവാസനയാണ്. കാരണം ഈ സമൂഹത്തിൽ ഒത്തിരിയേറെ തിന്മകളും ഒത്തിരിയേറെ പ്രതിസന്ധികളും നിരന്തരമായി നാം നമ്മുടെ വാർത്തകളിലൂടെയും ചാനലുകളിലൂടെയും ശ്രവിക്കുന്നുണ്ട്. ഇത്രയേറെ പ്രതിസന്ധിയിലൂടെ നാം നടന്നു നീങ്ങിയിട്ടും നമ്മുടെ ചുറ്റും ഒത്തിരിയേറെ കൊലപാതകങ്ങളും ഒത്തിരിയേറെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും നമുക്കൊക്കെ സ്വസ്ഥമായി ജീവിക്കാനും തെരുവിലിറങ്ങി നടക്കാനും കഴിയുന്നത് എൻ്റെ മേലും എൻ്റെ സമൂഹത്തിൻ്റെ മേലും എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സഹോദരനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവനോടൊപ്പം യാത്ര ചെയ്യാൻ എനിക്ക് കാരണമായി തീരുക. എനിക്ക് പരിചയമില്ലാത്ത ഒരുവൻ എൻ്റെ മുന്നിൽ വിളമ്പി വയ്ക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം എനിക്കെടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സമൂഹത്തോട് ഒരു വിശ്വാസം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതസംഹിതയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് മനുഷ്യ പ്രകൃതിയോട് ചേർന്ന് പോകുന്നതാണ്. ഈ ഭൂമിയിൽ ഒരുവന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ഊന്നി തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യരുണ്ടാവാം. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഒരുവൻ അവകാശപ്പെടുമ്പോഴും അവൻ തന്നിൽ തന്നെ കുടികൊള്ളുന്ന തനിക്കതീതമായൊരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് നിഷേധിക്കാൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്ന ഒരു ശക്തിയിൽ അവൻ കൃത്യമായും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ബൈബിളിന്റെ പാഠമനുസരിച്ച് വിശ്വാസത്തിന്റെ പിതാവ് അബ്രഹാമാണ്. വിശ്വാസത്തിന്റെ പിതാവായി അബ്രഹാം ഉയർത്തപ്പെടുന്നത് അബ്രഹാത്തിന്റെ ഒരു ബലി കൊണ്ട് മാത്രമല്ല. തന്റെ പുത്രനെ ബലിയർപ്പിക്കണമെന്ന് പിതാവായ ദൈവം ആവശ്യപ്പെടുന്നതനുസരിച്ച് തന്റെ മകനുമായി ബലിയർപ്പിക്കാനായി കടന്നു പോകുന്ന അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവായി മല കയറി പോകുന്നത് നാം കാണുന്നുണ്ട്. പക്ഷേ താഴ്വാരത്തിൽ വെച്ച് തന്നെ അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവാണെന്ന് തെളിയിക്കപ്പെടുന്നുണ്ട്. തന്റെ മകനെ ബലിയർപ്പിക്കാനായിട്ടാണ് അവൻ അവിടെ എത്തിച്ചേരുക. ബലിയർപ്പിക്കാനായി മലമുകളിലേക്ക് കയറിപ്പോകുന്നതിന് തൊട്ടു മുൻപായി തന്നോടൊപ്പം വന്ന ദാസനോട് അവൻ പറയുന്നുണ്ട്, ഞങ്ങൾ പോയി ബലിയർപ്പിച്ചിട്ട് മടങ്ങി വരാമെന്ന്. അവിടെ പറയുന്ന വാക്ക് ഇവനെ ബലിയർപ്പിച്ചിട്ട് ഞാൻ വരാമെന്നോ ഞാൻ മടങ്ങി വരുമെന്നോ എന്നല്ല, ഞങ്ങൾ തന്നെ മടങ്ങി വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് താൻ കരുതുന്ന സ്വപ്നങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ദൈവം പരിപാലിക്കും എന്ന് വിശ്വസിക്കാനായി കഴിയുന്നിടത്ത് വിശ്വാസം ഒരു ദൈവിക മാനമായി രൂപാന്തരപ്പെടുകയാണ്. എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന സഹജമായ വാസന ഒരു ദൈവിക മാനമായി രൂപാന്തരപ്പെടുന്നത് തനിക്കതീതമായ ശക്തിയിലുള്ള ഒരാശ്രയമായി അത് മാറുമ്പോഴാണ്. ഒരു അപകടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ അപകടത്തിന്റെ മുന്നിൽ പകച്ചു നിന്നുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു സ്വരമുണ്ട്. ചിലപ്പോൾ അവയ്ക്ക് ഒരു പ്രാർത്ഥനയുടെ ധ്വനി ഉണ്ടാവാം, ചിലപ്പോൾ പ്രാർത്ഥന തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അത് വെറും ഒരു ശബ്ദം മാത്രമാവാം. ആ ശബ്ദം അപകടത്തെ ഇല്ലായ്മ ചെയ്യുന്നില്ല.
ആ ശബ്ദം അപകടത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നുമില്ല. പിന്നെ എന്തിന് ഞാൻ അങ്ങനെ ഒരു ശബ്ദം എനിക്ക് അതീതമായി എൻ്റെ മുന്നിൽ നടക്കുന്ന ഒരു സംഭവത്തിന്റെ മുന്നിൽ വെച്ച് പുറപ്പെടുവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് എൻ്റെ ഉള്ളിലുള്ള ഞാൻ അറിയാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഘടകം മാത്രമാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസമുണ്ട്. എനിക്കതീതമായി ഈ പ്രപഞ്ചത്തിൽ പലതുമുണ്ടെന്നും എനിക്കതീതമായി പ്രപഞ്ചത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ഇടപെടാൻ പ്രപഞ്ചശക്തിക്ക് കഴിയുമെന്നും പ്രപഞ്ചത്തിന് അതീതമായുള്ള ശക്തികൾക്ക് കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു പ്രാർത്ഥനയായി ഞാൻ പുറപ്പെടുവിക്കുന്നത്. ഈ അപകടത്തെ എനിക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. ഈ അപകടത്തെ നേരിടാൻ എനിക്കാവില്ല. ഈ പ്രപഞ്ചത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഇതിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയാണ് എൻ്റെ ഈ സ്വരം കൊണ്ട് പുറപ്പെടുവിക്കുക. അപ്പോൾ അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തോട് ചേർന്ന് പോകുന്നതാണ്. ഈ പ്രാകൃതമായ എൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ വിശ്വാസത്തിന് കൂടുതൽ അർത്ഥവും മാനവും നൽകുക, അതാണ് മതങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുക. എൻ്റെ ജീവിതത്തോട് ചേർന്ന് ഓരോ കാര്യത്തെയും, എൻ്റെ ജീവിതത്തോട് ചേർന്ന് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കാലഗണനയുണ്ടെന്നും ഒരു കാര്യമുണ്ടെന്നും ഒരു കാരണമുണ്ടെന്നും അറിയുന്നിടത്ത് വിശ്വാസം ഏറെ ആഴമുള്ളതായി രൂപാന്തരപ്പെടുകയും ചെയ്യും. പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന മനുഷ്യന് വിശ്വാസത്തിലേക്ക് ആഴപ്പെടാനായി വലിയ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനും നിങ്ങളും അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു പൂവ് താഴെ വീണ് പുഴുവായി രൂപാന്തരപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട്. ഏറ്റവും സുന്ദരമായി നാം കാത്തുസൂക്ഷിച്ചൊന്ന് ഒന്നുമില്ലായ്മയായി മലിനമായി മാറുന്നത് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മലിനമെന്ന് നാം കരുതുന്ന പുഴു ശലഭമായി പറന്നുയരുന്നതും നാം കാണുന്നുണ്ട്. സുന്ദരമായതിനെ ഇല്ലായ്മ ചെയ്യുന്നതും ഇല്ലായ്മയെന്ന് കരുതുന്നതിനെ സുന്ദരമാക്കുന്നതുമായ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്നുണ്ട്. ഈ ശക്തിയിലാണ് മനുഷ്യൻ ആശ്രയിക്കുന്നത്. ഈ ശക്തിയിലേക്കാണ് മനുഷ്യൻ തന്റെ സ്വപ്നങ്ങളെ സ്വരുക്കൂട്ടി വയ്ക്കുക. ഈ ശക്തിയിലേക്കാണ് തന്റെ സ്വപ്നങ്ങളെ ഒരുവൻ കുടിയേൽപ്പിക്കുക. അങ്ങനെ ഒന്ന് ചെയ്യുന്നിടത്ത് അവന്റെ ജീവിതത്തിൽ അവനെ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവന് സാധ്യമാകുന്നുണ്ട്. അസാധ്യതയെന്ന് മനുഷ്യൻ പറയുന്ന കാര്യങ്ങളെ സാധ്യതയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിശ്വാസം എന്ന് പറയുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാനുഷികമായ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ട്. എനിക്ക് മാനുഷികമായ ഒത്തിരിയേറെ പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കപ്പുറത്തേക്ക് നടന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. പരിമിതികളിലേക്ക് ഒതുങ്ങുന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന മനുഷ്യനാണ്. നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ സ്വന്തം കഴിവ് തിരിച്ചറിയാതെ പോകുന്നതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ നിരാശ അനുഭവിക്കുന്നതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, മുട്ടത്തൊണ്ട് പൊട്ടിക്കാതെ പുറത്ത് കോഴിക്കുഞ്ഞ് വരില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യം. മുട്ടത്തോട് പൊട്ടുമ്പോഴാണ് കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരിക. ഞാനെന്ന് പറയുന്ന മനുഷ്യന്റെ ബലഹീനതകളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോഴാണ് ഞാനൊരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുക. ഈ പുതുമ വിശ്വാസത്തിലൂടെയാണ് സാധ്യമാവുക. വിശ്വാസമാണ് മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്ന പ്രക്രിയ എന്നിലൂടെ സംഭവിക്കുന്നത്. എൻ്റെ വിശ്വാസത്തിന്റെ പ്രക്രിയയാണ്. അങ്ങനെ വിശ്വാസത്തിന്റെ പ്രക്രിയയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ നടപ്പ് ആരംഭിക്കുന്നത്. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യന് സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ദൈവം പലതും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവന്റെ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ അവനൊരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യമായിരുന്നു. ഈ സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ടാണ് അബ്രഹാത്തെ ദൈവം തൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് ഒരു സ്നേഹബന്ധത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. സ്നേഹവും വിശ്വാസവും നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയാത്ത പ്രക്രിയയാണ്. സ്നേഹവും വിശ്വാസവും ഒന്നുപോകുന്ന പ്രക്രിയയാണ്. വൈവാഹിക ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നിടത്ത് നാം കാണുന്ന ഒരു പ്രത്യേകതയും അതുതന്നെയാണ്. ഏതാണ് ആദ്യമെന്ന് ചോദിച്ചാൽ നമുക്ക് വേർതിരിച്ച് പറയാൻ കഴിയില്ല. വിശ്വാസമാണോ സ്നേഹമാണോ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാലും നമുക്ക് വേർതിരിച്ച് പറയുക സാധ്യമല്ല. രണ്ടും ഒന്നു ചേർന്ന് പോകുന്നതാണ്. സ്നേഹിക്കുന്നവൻ വിശ്വസിക്കുന്നു, വിശ്വാസം സ്നേഹത്തിലേക്ക് ഒരുവനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വേർതിരിക്കാനാവാത്ത പ്രക്രിയയായി ഇവ രണ്ടും ഇഴചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തെ എത്രമാത്രം ആഴത്തിൽ അറിയുമോ അത്രമാത്രം എന്നിൽ സ്നേഹവും വിശ്വാസവും രൂപപ്പെടുകയും അതെന്നെ വളർത്തുകയും ചെയ്യും. ഞാൻ എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുന്നിടത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭ്യമാകുന്നത് എൻ്റെ നന്മയെ പുറത്തു കൊണ്ടുവരാനുള്ള വലിയ കഴിവാണ്. എന്നിലുള്ള ദൈവികമായ ഗണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വലിയ സിദ്ധിയാണ് എൻ്റെ ജീവിതത്തിലെ വിശ്വാസവും സ്നേഹവും കൊണ്ട് എനിക്ക് സാധ്യമാകുന്നത്. വിശ്വാസം ഒരുവനെ
തൻ്റെ തലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കുവാനായി സഹായിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ബൈബിളിലെ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ കഥ നാം വായിക്കുന്നിടത്ത് ബൈബിളിന്റെ പാരമ്പര്യവുമായി ചേർത്ത് ആ സംഭവത്തെ ഒന്ന് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമുണ്ട്. രക്തസ്രാവക്കാരിക്ക് ഒരിക്കലും സമൂഹമധ്യേ വരുവാനായി അനുവാദമില്ലാത്തവളാണ്. അങ്ങനെയൊരു സ്ത്രീയാണ് ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തെരുവിലൂടെ ക്രിസ്തുവിന്റെ ഒപ്പം നടന്നു നീങ്ങുക. അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഒപ്പം നടന്നാൽ, കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ എത്തുമെന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ സമൂഹം അനുവദിക്കാത്തൊരു കാര്യം ചെയ്യുന്നതിനുള്ള ധൈര്യം അവൾക്ക് ലഭിച്ചത് അത് അവളിലുണ്ടായ വിശ്വാസമാണ്. ക്രിസ്തുവിൽ അവൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം തൻ്റെ ജീവിതത്തിന്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് ധൈര്യപൂർവ്വം നടന്നു ചെല്ലുവാനായി അവൾക്ക് കാരണമായി തീർന്നു. വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ സഹായിക്കുന്ന വലിയ പ്രേരക ശക്തിയായി വിശ്വാസം രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ബൈബിളിലെ ഈ സംഭവം കാണിച്ചു തരിക. രണ്ടു പേർ തമ്മിൽ സംസാരിക്കുന്നിടത്ത് സാധാരണ രീതിയിൽ വിശ്വാസത്തിന് ഏറെ പ്രസക്തിയുണ്ട്. രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് അതീതമായി വിശ്വാസപൂർവം പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ആശയങ്ങൾ കൈമാറുന്നുണ്ട്. വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് വാക്കുകൾക്കതീതമായ ഒരു സന്ദേശം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ ഒപ്പം നടന്നു, യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. അവൾക്ക് വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹമില്ലായിരുന്നു. വലിയ കാര്യങ്ങളിലൂടെ തൻ്റെ ജീവിതത്തിലേക്ക് ശക്തി ലഭിക്കണമെന്നല്ല അവൾ ആഗ്രഹിച്ചത്. മറിച്ച് തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടി താൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകുമെന്നുള്ള ഉറപ്പിൽ മേലാണ് അവൾ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയതും അവന്റെ വസ്ത്രത്തിൽ തൊട്ടതും. യേശുനാഥൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചത്? അനേകം പേർ തന്നോട് കൂടെ നടക്കുന്നുണ്ടെന്നും തൊട്ടുരുമി നീങ്ങുന്നുണ്ടെന്നും അറിഞ്ഞിട്ടും അതിനു മധ്യേ നിന്ന് അവൻ അങ്ങനെയൊന്ന് ചോദിച്ചതിന് കാരണം പലരും തൊട്ടുപോകുന്നത് പോലെയല്ല അവൾ തൊട്ടതെന്നതുകൊണ്ട് തന്നെയാണ്. അവൾ തൊട്ടതാകട്ടെ വിശ്വാസത്തോടു കൂടിയായിരുന്നു. അവൾ തൊട്ടതാകട്ടെ പ്രത്യാശയോടുകൂടിയായിരുന്നു. പ്രത്യാശയും വിശ്വാസവും സ്നേഹവും ഒത്തിണങ്ങുന്നിടത്താണ് പ്രപഞ്ചത്തിൽ മനുഷ്യനതീതമായ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുക. അതിനെയൊക്കെ നാം അത്ഭുതമെന്നും അതിനപ്പുറത്തേക്കുമൊക്കെ വിളിക്കുമ്പോൾ ഒരു കാര്യത്തിന് പൂർണ്ണതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമെന്ന് പറയുന്നത് എന്നെ എൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന വലിയ സത്യമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. യേശുവിനോടൊപ്പം വെള്ളത്തിലൂടെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പത്രോസ് വെള്ളത്തിന്റെ മീതെ നടക്കുമ്പോൾ അവൻ ആശ്രയിക്കുന്നത് പരിപൂർണമായും ദൈവത്തിലാണ്. പരിപൂർണമായും ദൈവത്തിൽ ആശ്രയിച്ചും വിശ്വസിച്ചും കൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന മനുഷ്യൻ ഒരു നിമിഷം ഒന്ന് വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ പരിപൂർണമായും നശിക്കപ്പെടുകയാണ്, പരിപൂർണമായും ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. അവൻ വെള്ളത്തിലേക്ക് താണുപോവുകയാണ്. വീണ്ടും ക്രിസ്തുവിന്റെ കരം പിടിക്കുന്ന സമയത്ത് അവൻ സ്വസ്ഥനാകുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നാം കണ്ടുമുട്ടുന്ന പ്രക്രിയയാണ്. തിരമാല പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കണങ്ങൾ എല്ലായ്പ്പോഴും പ്രത്യക്ഷപ്പെടുക. ഒരു നിമിഷം ചിലപ്പോൾ അത് ഉയർന്നു നിൽക്കാം, ഒരു നിമിഷം ചിലപ്പോൾ അത് താഴ്ന്നു പോയേക്കാം. ഉയരുകയും താഴുകയും ചെയ്യുമ്പോഴും വിശ്വാസത്തിന്റെ യാത്ര നമ്മെ നമ്മുടെ ജീവിതത്തിലെ വലിയ നന്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തിരമാലകൾ പോലെ പൊങ്ങിയും താഴ്ന്നും നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് ആശ്രയിക്കാനായി ഒരേ ഒരു ശക്തിയേ ഉള്ളൂ എന്ന് എൻ്റെ ഉള്ളിൽ ഒരു ബോധം കാത്തു സൂക്ഷിക്കാനായി എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനായി എനിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ കൃത്യമായി നാം അറിയേണ്ടിയിരിക്കുന്നു. വിശ്വാസമെന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളിലൂടെ സ്വീകരിക്കപ്പെടുന്നതോ ഏതെങ്കിലുമൊക്കെ മതഗ്രന്ഥത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നതോ അല്ല. വിശ്വാസമെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ തന്നെ സഹജമായി ജന്മവാസനയായി എന്നോടുകൂടെയുള്ളതാണ്. മതഗ്രന്ഥങ്ങളും പാഠപുസ്തകങ്ങളും എന്നിലെ വിശ്വാസത്തെ പുറത്തു കൊണ്ടുവരുന്നതിനും പ്രകാശിപ്പിക്കുന്നതിനും സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം കൊണ്ടാണ് വിശ്വാസത്തിന്റെ അർത്ഥം ഒരുവൻ തെളിയിച്ചെടുക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിന്റെ സ്വകാര്യമായ പ്രാർത്ഥനയിലേക്ക് ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ അവയ്ക്ക് ഏറെ ആഴമുണ്ടെന്ന് പറയാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ല. എൻ്റെ ജീവിതത്തിന്റെ വിശ്വാസങ്ങളെ സ്വകാര്യമായ പ്രാർത്ഥനയ്ക്കപ്പുറത്തേക്ക് പരസ്യമായ ജീവിതത്തിലേക്ക് കൂടി കൊണ്ടുവന്ന് എത്തിക്കുന്നിടത്താണ് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ആഴപ്പെട്ട മനുഷ്യനാണെന്ന് പറയാൻ കഴിയുക. എൻ്റെ വിശ്വാസം ഈ പ്രപഞ്ചത്തിന് നന്മയായി രൂപാന്തരപ്പെട്ടു എന്ന് പറയാനായിട്ട് എന്നെ കൊണ്ട് കഴിയുക. ഈ ഭൂമിയിൽ എന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ എന്നെ കൊണ്ട് ദൈവത്തിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ടെന്നും ആ പദ്ധതി മനുഷ്യന്റെയും സമൂഹത്തിന്റെയും സർവ്വജീവജാലങ്ങളുടെയും
നന്മയ്ക്കാണെന്നും കൂടി വിശ്വസിക്കുന്നിടത്താണ് ഞാൻ യഥാർത്ഥത്തിൽ ആത്മീയ മനുഷ്യനായി കൂടി രൂപാന്തരപ്പെടുക. ഇന്നത്തെ സമൂഹത്തിന്റെ പ്രതിസന്ധി ആത്മീയത നഷ്ടമാകുന്നു എന്നുള്ളതാണ്. വിശ്വാസം ഏറെ ചുരുങ്ങി ഒതുങ്ങി പലതിലേക്കുമായി ഇല്ലായ്മ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒതുങ്ങുന്ന വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന വിശ്വാസം, ഏതെങ്കിലുമൊക്കെ ഒരു നല്ല ദിനങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്ന വിശ്വാസം, അങ്ങനെ ഒരു വിശ്വാസമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്ന സമയത്ത് അവയ്ക്ക് അർത്ഥവും ആഴവും പൂർണ്ണമായി ലഭ്യമാകുന്നുണ്ട്. വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ തലം പ്രവൃത്തിയിലൂടെ മനുഷ്യന് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കേണ്ട ഒന്നാണ് എന്ന് ഈ വാക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ തലത്തിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ നന്മയ്ക്കായി ദൈവം എന്നെ ഉപകരണമായി എടുത്തിരിക്കുന്നുവെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വളരുന്നിടത്താണ്. വിശ്വാസം ജന്മവാസനയാണ്. വിശ്വാസം ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഊട്ടി വളർത്തേണ്ടതാണ്. ജീവിതാനുഭവങ്ങളിലൂടെ ഊട്ടി വളർത്തിയെടുക്കുന്ന വിശ്വാസം എൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് എന്നെ നടക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ്. അതിനും അപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ കരുതുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന കാര്യങ്ങളെ കൂടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിറവേറ്റാൻ കഴിയുന്നത് എന്നിൽ കുടികൊള്ളുന്ന വിശ്വാസത്തിൻ്റെ ശക്തിയാലാണ്. പ്രാർത്ഥനയിലേക്കോ ആത്മീയതയിലേക്കോ ഒതുങ്ങുന്നതിനപ്പുറത്തേക്ക് പ്രവൃത്തിയിലേക്ക് കൂടി ഞാൻ എൻ്റെ വിശ്വാസത്തെ പരസ്യമായി പ്രകടിപ്പിക്കുന്നിടത്താണ് വിശ്വാസത്തിന് പൂർണ്ണത ലഭിക്കുക. അതുകൊണ്ട് വിശ്വാസം തീർത്ഥാടനമാണ്. ഇല്ലായ്മയിൽ നിന്ന്, പോരായ്മയിൽ നിന്ന്, പരിമിതികളിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള ഒരു തീർത്ഥാടനം. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനം. മനുഷ്യനെ സഹായിക്കുന്നതിലേക്ക് എന്നെ തന്നെ ഒഴിഞ്ഞു വയ്ക്കുന്നതിലുള്ള ഒരു തീർത്ഥാടനം. എന്നെ ദൈവം സൃഷ്ടിച്ചത് പരനന്മയ്ക്കാണെന്നും അവന് വേണ്ടിയാണെന്നുമുള്ള ബോധ്യത്തിലേക്കുള്ള ഒരു തീർത്ഥാടനം. അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു തീർത്ഥാടനത്തിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആത്മീയ വസന്തം. ആശ്രയം നീയേ അമലോത്ഭവ കന്യേ, അഭയവും നീയേ വിമലാംബികേ. ആദരവോടെ തിരുമുൻപിലണയുന്നു വരമാരി ചൊരിയൂ സുരനായികേ, വരമാരി ചൊരിയൂ സുരനായികേ. ആശ്രയം നീയേ അമലോത്ഭവ കന്യേ, അഭയവും നീയേ വിമലാംബികേ. ആദരവോടെ തിരുമുൻപിലണയുന്നു വരമാരി ചൊരിയൂ സുരനായികേ, വരമാരി ചൊരിയൂ സുരനായികേ. ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ. സ്നേഹമയ്യാമൊരമ്മ തൻ കുഞ്ഞിനെ മാറോടു ചേർത്തു പുണരും പോലെ, സ്നേഹമയ്യാമൊരമ്മ തൻ കുഞ്ഞിനെ മാറോടു ചേർത്തു പുണരും പോലെ, നിന്ദയാവായ്പിന്റെ അനുഗ്രഹ സ്പർശനം
അറിയുന്നു പാടുന്നു നിൻ സ്തുതികൾ. നിന്ദയാവായ്പിന്റെ അനുഗ്രഹ സ്പർശനം അറിയുന്നു പാടുന്നു നിൻ സ്തുതികൾ. ആശ്രയം നീയേ അമലോത്ഭവ കന്യേ, അഭയവും നീയേ വിമലാംബികേ. ആദരവോടെ തിരുമുൻപിലണയുന്നു വരമാരി ചൊരിയൂ സുരനായികേ, വരമാരി ചൊരിയൂ സുരനായികേ. ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ. ആത്മീയ വസന്തം. സ്നേഹമുള്ളവരെ, ആത്മീയ വസന്തത്തിൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ആത്മീയ വസന്തം എന്ന ഈ പ്രോഗ്രാമിലൂടെ ദൈവം ധാരാളമായി അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ മേൽ ചൊരിയുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവമേ, കൊച്ചിൻ ചാനലിലൂടെ അങ്ങയുടെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഇവരോരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തി ഈ ഓരോ മക്കളുടെയും മേൽ അവിടെ നയിക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഇവരുടെ മേൽ അയക്കണമേ കർത്താവേ. അങ്ങയുടെ തിരുവചനം ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് ഞങ്ങളെ പരിവർത്തനം ചെയ്യുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ആ വിശ്വാസത്തിൻ്റെ ശക്തി എന്താണെന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുവാനും ദൈവമേ അനുഗ്രഹിക്കണമേ. കർത്താവെ, മാലാഖയുടെ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. പ്രത്യേകമായി കുടുംബ തകർച്ചകൾ നേരിടുന്ന, ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവേ അവിടുത്തെ സ്നേഹം അയക്കണമേ. അങ്ങയുടെ തിരുവചനത്തിൻ്റെ അനന്ത ശക്തിയാൽ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും സമാധാനവും സ്നേഹവും ക്ഷമയും കർത്താവെ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടെ പെരുമാറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. വളരെയധികം തകർച്ചകൾ നേരിടുന്ന, വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന, ഭൗതികമായ പ്രശ്നങ്ങളെ നേരിടുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ സമാധാനമായി, ശാന്തിയായി, സ്നേഹമായി ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാലാഖയുടെ സങ്കീർത്തനം ഞങ്ങൾ ഒന്നു ചേർന്ന് ചൊല്ലുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. സ്നേഹപിതാവായ ദൈവമേ, എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ മക്കളായി അവരെ വളർത്തുവാൻ ഈശോയെ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ കുഞ്ഞുമക്കൾക്കും അങ്ങയുടെ അനുഗ്രഹവും സ്നേഹവും നൽകണമേ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കണമേ. നന്നായി പഠിക്കുവാൻ അവരെ സഹായിക്കണമേ. പരീക്ഷയെ നേരിടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് ഉന്നത വിജയം കൈവരിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാലാഖയുടെ സങ്കീർത്തനം ഞങ്ങൾ ആലപിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു.
അങ്ങയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളെയും അവിടുന്ന് സുഖപ്പെടുത്തണമേ. എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകണമേ. പ്രത്യേകിച്ച് വളരെയധികം രോഗങ്ങൾ മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈശോയെ അങ്ങയുടെ ശക്തി അവിടെ നയിക്കണമേ. അങ്ങയുടെ ശക്തിയാൽ അവരെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തുവാൻ ഈശോയെ കൃപയുണ്ടാകണമേ. അങ്ങയുടെ അരികിലേക്ക് കടന്നു വന്ന ഒരു രോഗി പോലും സൗഖ്യപ്പെടാതെ പോയിട്ടില്ലല്ലോ. ഇപ്പോൾ ഈ സമയം ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളിലും, പ്രത്യേകിച്ച് എല്ലാ രോഗികളിലും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ ക്ഷമയും നൽകി അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ അവരെ ഓരോരുത്തരെയും സുഖപ്പെടുത്തുകയും അവരുടെ രോഗത്തിന്റെ നിമിഷങ്ങളിൽ അവരെ ശക്തിപ്പെടുത്തുകയും സഹിക്കുവാനുള്ള ശക്തി നൽകുകയും ചെയ്യണമേ എന്ന് കർത്താവ് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നാടിനെയും ഈ നാടിനെ ഭരിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാരെയും സമർപ്പിക്കുന്നു. ഈ നാട്ടിലെ ഓരോ പൗരന്മാരെയും സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടെ ഐക്യത്തോടുകൂടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ പരിപാലനയുടെ ശക്തി ഈ രാജ്യത്തിൻ്റെ മേലുണ്ടാകണമേ. ഞങ്ങളെല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ, അങ്ങയുടെ സാഹോദര്യവും സ്നേഹവും ഐക്യവും പരസ്പരം പങ്കിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈ ആത്മീയ വസന്തം പരിപാടിയിലൂടെ ദൈവം നമ്മുടെ മേൽ ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ദൈവത്തിന് നന്ദി പറയാം. ഈ ആത്മീയ വസന്തം എന്ന ഈ പരിപാടിയിലൂടെ ഇനിയും ധാരാളം സഹോദരങ്ങൾ ദൈവവചനം ശ്രവിക്കുന്നതിനും അങ്ങനെ അവരുടെ ആത്മീയതയിൽ, അവരുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുന്നതിനും ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും നന്ദി. ആത്മീയതയുടെ നിറവിൽ അനുഗ്രഹദായക നിമിഷം, ആത്മീയ വസന്തം. ആത്മീയ വസന്തം.